സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടല്ലേ? പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നൊക്കെ ആലോചിച്ച് തല പുകയുകയാണോ? പേടിക്കണ്ട. ഇന്ന് നമ്മൾ നിഫ്റ്റി ബീസ് വെച്ചിട്ട് സ്വിംഗ് ട്രേഡ് ചെയ്യാനുള്ള വളരെ സിമ്പിളായ 3 വഴികൾ ഒന്ന് നോക്കാൻ പോവുകയാണ്. ഇത് ആർക്കും, തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് സ്ട്രാറ്റജികളാണ്. ഓരോ സ്റ്റോക്കും എടുത്ത് അതിനു പിന്നാലെ പോയി അത് പഠിച്ച് ട്രേഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ തലവേദന തന്നെയാ, അല്ലേ? ഇനി ഡെറിവേറ്റീവ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലെ റിസ്ക് അത് ഓർക്കുമ്പോഴേ പലർക്കും ഒരു പേടിയാണ്. അപ്പോ ഈ ടെൻഷനൊന്നും ഇല്ലാതെ ട്രേഡ് ചെയ്യാനൊരു വഴിയുണ്ടെങ്കിലോ? ആ ഒരു കിടിലൻ ഓപ്ഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഈ പറഞ്ഞ തലവേദനകൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മുടെ സോഴ്സസ് മുന്നോട്ട് വെക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: നമ്മുടെ ട്രേഡിംഗ് വഹിക്കൽ. അതാണ് നിഫ്റ്റി ബീസ്. കേട്ടിട്ടുണ്ടോ? ഇതൊരു തരം ETF ആണ്. അയ്യോ, ETF-ഓ? അതെന്താ സംഭവം എന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട. വളരെ സിമ്പിളായിട്ട് അതെന്താണെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ സംഭവം ഇത്രയുള്ളൂ. നിങ്ങൾ റിലയൻസിന്റെയോ അല്ലെങ്കിൽ TCSന്റെയോ മാത്രം സ്റ്റോക്ക് വാങ്ങുന്നതിനു പകരം ഒറ്റയടിക്ക് ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനികളിലും ഒരുമിച്ചൊരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതുപോലെയാണിത്. അതായത് ഒരു കമ്പനി കുറച്ചൊന്ന് ഉഴപ്പിയാലും ബാക്കിയുള്ള കമ്പനികൾ ചേർന്ന് അതിനെ താങ്ങി നിർത്തിക്കോളും. അപ്പോ എന്ത് സംഭവിക്കും? നമ്മുടെ റിസ്ക് അത് താനെ കുറയും. സിമ്പിൾ. ഓക്കേ, അപ്പൊ നിഫ്റ്റി ബേസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം, ഇതെങ്ങനെ ട്രേഡ് ചെയ്യും, അല്ലേ? അതിനായിട്ട് നമ്മുടെ കയ്യിൽ 3 വ്യത്യസ്ത ഗെയിം പ്ലാനുകളുണ്ട്. 3 സ്ട്രാറ്റജികൾ. നിങ്ങളുടെ തിരക്കും നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയും ഒക്കെ അനുസരിച്ച് ഇതിലേതാണ് നിങ്ങൾക്ക് ചേരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നമുക്ക് ആദ്യത്തെ സ്ട്രാറ്റജിയിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ജോലിയൊക്കെയായി തിരക്കിട്ട് നടക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒന്നാണിത്. അപ്പോ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്ട്രാറ്റജി. ഇതാർക്ക് വേണ്ടിയാണെന്നറിയോ? രാവിലെ 9 മുതൽ 5 വരെ ഓഫീസിലൊക്കെ ഇരുന്ന് ദിവസം മുഴുവൻ മാർക്കറ്റ് സ്ക്രീനിൽ നോക്കിയിരിക്കാൻ സമയം കിട്ടാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ച് ലളിതമായ റൂൾസ് ഫോളോ ചെയ്ത് ടെൻഷനില്ലാതെ പോകാനാണ് താൽപ്പര്യമെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇതിന്റെ ലോജിക് ഉണ്ടല്ലോ, അത് വളരെ സിമ്പിളാണ്. നമ്മൾ എല്ലാ ദിവസവും മാർക്കറ്റ് നോക്കി BP കൂട്ടേണ്ട ആവശ്യമില്ല. പകരം ഒരു മാസം മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ മാർക്കറ്റ് നല്ലെണ്ണം താഴോട്ട് പോയോ, അപ്പോ വാങ്ങുക. ഇനി നേരെ മറിച്ച് നല്ലൊരു കയറ്റം കാണിച്ചോ, അപ്പോ വിൽക്കുക. അത്രയുള്ളൂ കാര്യം. ഡെയിലി ടെൻഷൻ ഒഴിവാക്കാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. 2021 ഈ ഡാറ്റ കണ്ടോ? ജനുവരിയിൽ മാർക്കറ്റ് 5% കൂടുതൽ ഇടിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് സിഗ്നൽ കിട്ടി? ഒരു ബൈ സിഗ്നൽ. ഓക്കെ. ഇനി അടുത്ത മാസം ഫെബ്രുവരിയിൽ എന്ത് സംഭവിച്ചു? മാർക്കറ്റ് 9% കൂടുതൽ അങ്ങ് കയറി. അപ്പോൾ നമുക്ക് കിട്ടി ഒരു സെൽ സിഗ്നൽ. കണ്ടില്ലേ? ഇങ്ങനെ വളരെ ലളിതമായിട്ടാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കേ, അപ്പോ ആദ്യത്തെ സ്ട്രാറ്റജി ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലേക്ക് കടക്കാം. കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് ചാർട്ടൊക്കെ നോക്കി ഇൻഡിക്കേറ്ററൊക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആശ്രയിക്കുന്നത് ഒരേ ഒരു ഇൻഡിക്കേറ്ററിനെയാണ്: RSI, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു പൾസ് അറിയാനുള്ള ടൂൾ പോലെയാണ്. അതായത് മാർക്കറ്റിൽ ഒരുപാട് പേർ വാങ്ങിക്കൂട്ടുന്നുണ്ടോ അതോ ഒരുപാട് പേർ വിറ്റൊഴുകിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. സിമ്പിളായി പറഞ്ഞാൽ എപ്പോ വാങ്ങണം എപ്പോ വിൽക്കണം എന്നുള്ള സിഗ്നൽ ഈ ഇൻഡിക്കേറ്റർ നമുക്ക് തരും. നമ്മൾ ആ സിഗ്നൽ ഫോളോ ചെയ്താൽ മതി. ഈ ഒരു സ്ട്രാറ്റജി വെച്ച് ചെയ്യുമ്പം ട്രേഡുകൾ സാധാരണയായി കുറച്ചു മാസങ്ങൾ വരെ നീണ്ടു നിൽക്കാം. മുൻകാലത്തെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഴ്സസ് പറയുന്നത് ഇതിലൂടെ ഒരു മാസം ശരാശരി ഒരു 3 മുതൽ 5% വരെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ അവസാനത്തെ 3ാമത്തെ സ്ട്രാറ്റജിയാണ്. ഇത് വളരെ രസകരമായ ഒന്നാണ്. കാരണം എന്താണെന്നറിയുമോ? ഇതിന് നിങ്ങൾക്ക് ചാർട്ട് നോക്കണ്ട, ഇൻഡിക്കേറ്റർ വേണ്ട, വലിയ കണക്കുകൂട്ടലുകളുടെയും ഒരാവശ്യവുമില്ല. ഇതിന്റെ ഒരു അടിസ്ഥാന ആശയം എന്താണെന്ന് വെച്ചാൽ, വാർത്തയിലൊക്കെ നിഫ്റ്റി തകർന്നു, വിപണിയിൽ രക്തപ്പുഴ എന്നൊക്കെ കാണുമ്പോൾ വാങ്ങുക. നേരെ മറിച്ച് നിഫ്റ്റി പുതിയ റെക്കോർഡിൽ, വിപണിയിൽ കുതിപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ വിൽക്കുക. അതായത് മാർക്കറ്റിൽ എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ നമ്മൾ ധൈര്യം കാണിക്കുക. എല്ലാവരും ആവേശത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരടി പിന്നോട്ട് മാറുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇതൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുന്നു, പിന്നെ ഒരു റോബോട്ടിനെ പോലെ അത് ഫോളോ ചെയ്യുന്നു. വികാരങ്ങൾക്കിവിടെ ഒരു സ്ഥാനവുമില്ല. വില താഴോട്ടു പോകുമ്പോൾ പ്ലാൻ അനുസരിച്ച് വാങ്ങിക്കൊണ്ടേയിരിക്കുക. വില തിരിച്ച് മുകളിലോട്ട് വരുമ്പോഴോ അപ്പോഴും പ്ലാൻ അനുസരിച്ച് വിൽക്കുക. അത്രയുള്ളൂ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തോന്നാം. പക്ഷേ ഈയൊരു സിസ്റ്റം അച്ചടക്കത്തോടെ ഫോളോ ചെയ്താൽ സ്ഥിരമായൊരു വരുമാനമുണ്ടാക്കാൻ ഇത് സഹായിക്കും.
വില കുറയുമ്പോൾ വാങ്ങി വില കൂടുമ്പോൾ വിൽക്കുക എന്ന അടിസ്ഥാന തത്വം ഉപയോഗിച്ച് ഒരു 5 മുതൽ 8% വരെ റിട്ടേൺ ഇതിലൂടെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ സോഴ്സസ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 3 വ്യത്യസ്ത തരം സ്ട്രാറ്റജികൾ കണ്ടുകഴിഞ്ഞു. ഒന്ന് റൂൾ ബേസ്ഡ്, ഒന്ന് ടെക്നിക്കൽ, പിന്നൊന്ന് സിസ്റ്റമാറ്റിക്. പക്ഷെ ഇതിലെല്ലാം ഒരു കോമൺ കാര്യമുണ്ടായിരുന്നു: നിഫ്റ്റി ബേസ്. എന്തുകൊണ്ടാണ് നമ്മളൊരു പ്രത്യേക സ്റ്റോക്ക് എടുക്കാതെ നിഫ്റ്റി ബേസ് തന്നെ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്? അതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് നിഫ്റ്റി ബേസ്? ഒന്ന്, ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് ഒറ്റയടിക്ക് 50 ടോപ്പ് കമ്പനികളുടെ ഭാഗമാവുകയാണ്. 2, ഫണ്ടമെന്റൽ അനാലിസിസ് വേണ്ട. ഓരോ കമ്പനിയുടെയും കണക്കുകൾ നോക്കി തല പുകയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ ലിക്വിഡിറ്റി. അതായത് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന ഏത് സമയത്തും നമുക്കിത് വാങ്ങാനും വിൽക്കാനും പറ്റും. ഇതൊക്കെ കൊണ്ടാണ് നിഫ്റ്റി ബേസ് ഒരു സ്ട്രെസ് ഫ്രീ ഓപ്ഷനായി മാറുന്നത്. അപ്പോ നമ്മൾ 3 വ്യത്യസ്തമായ വഴികൾ കണ്ടു അല്ലേ? 3ഉം 3 തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മളിവിടെ ചെയ്തത് ഈ സ്ട്രാറ്റജികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിശദീകരിക്കുക മാത്രമാണ്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. നമ്മുടെ ലക്ഷ്യം ഈ അറിവ് നിങ്ങൾക്ക് നൽകി സ്വന്തമായി തീരുമാനങ്ങളെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ്. അപ്പോ അവസാനമായി നിങ്ങളോടുള്ളൊരു ചോദ്യം ഇതാണ്: നിങ്ങൾ ഏതു തരം നിക്ഷേപകനാണ്? കൃത്യമായ നിയമങ്ങൾ പാലിച്ചു മുന്നോട്ടു പോകുന്ന ആളാണോ? അതോ ചാർട്ടുകളും ഇൻഡിക്കേറ്ററുകളും നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണോ? അതുമല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കി അത് അച്ചടക്കത്തോടെ പിന്തുടരുന്ന ആളാണോ? ഇതിലേതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കും നിങ്ങളുടെ ജീവിതരീതിക്കും ഏറ്റവും ചേരുന്നത് എന്ന് ആലോചിക്കുക. ആ ഒരു തിരിച്ചറിവായിരിക്കും നിങ്ങളുടെ ട്രേഡിംഗ് യാത്രയിലെ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പ്.